സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ചവർ അവർ മരണപ്പെട്ട മശായിഖന്മാരോടും മുഖദ്ദസ്തായ അർവാഹികളോടും ഇവിടെ ഹയാത്തുള്ളതായ മശായിഖന്മാരോടൊക്കെ ബന്ധപ്പെട്ട് ഇതിനെ സംബന്ധിച്ച് മുഷാവറ നടത്തി അന്വേഷിക്കാൻ കെൽപ്പവും കഴിവുള്ള ആളുകളായിരുന്നു അവർ. അതുകൊണ്ടാണ് അവർ ആ ഒരു ദീനിനോട് ബന്ധപ്പെട്ടൊരു സംഘടന ഇവിടെ സ്ഥാപിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ചെയ്യേണ്ടതായ ഏതെല്ലാം പ്രവർത്തികളുണ്ടോ അതൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചത്. അതാണ് ഇതിൻ്റെ വളർച്ചയുടെ വിധാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരു ശക്തിക്കും ഒരിക്കലും ഈ സംഘടന ഏതെങ്കിലും നിലക്ക് തരം താഴ്ത്താനോ അല്ലെങ്കിൽ അതിനെ ചെറുതാക്കി കാണാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാനോ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് അവരിവിടെ സ്ഥാപിച്ചതായ വിശുദ്ധമായതായ സംഘടനയാണ്. അപ്പം അതുകൊണ്ട് ആ സംഘടനൻ്റെ ഒരു ഉപസംഘടനയായും കൊണ്ടോ അല്ലെങ്കിൽ ആ സംഘടനയിൽ നിന്നും കൊണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ പ്രവർത്തിക്കാനൊരു തൗഫീഖ് ചെയ്ത് തന്നു എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. കാരണം ഈ മഹാന്മാരാവുന്നതായ നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാത്തിദത്ത്, അവരോടൊക്കെ ഉള്ളൊരു ബന്ധം നമുക്കുണ്ട്. ഈ ബന്ധം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നാഖിസത്തായ നുഫൂസുകളാണ്. നാഖിസത്തായ നുഫൂസുകൾക്ക് കാമിലത്താവുന്ന നുഫൂസുകളോട് കൂടി ബന്ധപ്പെടുമ്പോൾ അതെനിക്ക് പ്രത്യേകമാവുന്ന ഒരു ആത്മീയ ഉത്തേജനം ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മളെ നഫ്സുകളൊന്നും അത് മുഖദ്ദസത്തല്ല, നമ്മളെ നുഫൂസുകൾ അത് കാമിലത്തായ നുഫൂസുകളുമല്ല. അപ്പോൾ ഈ നുഫൂസുകൾക്ക് നമ്മളെ ഈ നഫ്സുകൾക്ക് നമുക്കൊരു ആത്മീയമാവുന്ന ഒരു ഉത്തേജനം ഉണ്ടാക്കി തീർക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ മഹാന്മാരോടുള്ളതായ ബന്ധം. ആ ബന്ധം നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പം അതാണ് മഹാന്മാർ സ്ഥാപിച്ചതായ സംഘടന. ആ സംഘടനയാവുമ്പോൾ ആ സംഘടനയുടെ പിന്നിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുക. ഇത് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ സംഘടനയല്ല. വിശുദ്ധമാകുന്ന ദീൻ, ആ ദീനിൻ്റെ ദഅവത്താണ്. അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പ്രചരിപ്പിക്കലാണ്. ആശയവും ആദർശമൊക്കെ വലുത് തന്നെയാണ്. ആദർശ സമ്മേളനം നമ്മൾ നടത്തുന്നുണ്ടല്ലോ. അതിപ്പോൾ നമ്മളെ മുഅല്ലിമീങ്ങളും അടുത്ത മാസം മുതൽ തുടങ്ങാൻ പോവാണ് ആദർശം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെയാണ്. വേറെ ലക്ഷ്യങ്ങളുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ 2 വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുക. ആവശ്യമാണെങ്കിൽ ശരീഅത്തിനോട് എതിരല്ലാത്ത ഏത് വിദ്യാഭ്യാസവും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ SLDC ഒക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ. അത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 52-53ഓളം സ്ഥാപനങ്ങൾ ഈ കുറഞ്ഞ കാലഘട്ടത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പല സ്ഥാപനങ്ങളും ഈ കൊല്ലം അപേക്ഷിച്ചു. പക്ഷെ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പലതും ഒഴിവാക്കി. അടുത്ത വർഷവും പല സ്ഥാപനങ്ങളും വരാൻ വേണ്ടി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു പദ്ധതിയിൽ ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ രേഖപ്പെടുത്തുന്നത്. ഈ ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം അവിടെ കാത്തു സൂക്ഷിക്കണം. ഇവിടുത്തെ ജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യമൊക്കെ അവിടെ കാത്തു സൂക്ഷിക്കണം. സ്വന്തം മതക്കാർ അവരെ മതക്കാരുമായുള്ളതായ കടപ്പാടുകളും എങ്ങനെ അത് കാത്തു സൂക്ഷിക്കണം. മറ്റുള്ള മതസ്ഥരുമായിട്ടുള്ള കടപ്പാടുകളും എന്തൊക്കെയാണ്, അതെനിക്ക് യാതൊരു നിലക്കുള്ള പോർണില്ലാത്ത നിലക്ക് അത് കാത്തു. ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടത്. ചാരിറ്റി പ്രവർത്തനം, SKSF ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക, നമുക്കറിയാം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബുവത്തിന് മുമ്പേ നടത്തിയ പ്രവർത്തികളായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, നബിയെ തങ്ങൾ വിരുന്നുകാരെ സൽക്കരിക്കും, വതക്സിബുൽ മഅദൂം തുഈനു അലാ നവാഇബിൽ ഹഖ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിൻ്റെ മുമ്പ് നടത്തിയിരുന്ന ഒരുപാട് ചാരിറ്റിയെ പറ്റി ഖദീജ റളിയല്ലാഹു തആല അൻഹ എടുത്തു പറഞ്ഞു. എല്ലാ മേഖലയിലും നബി നടത്തിയിരുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞതിൽ യുഹ്സിക അല്ലാഹു അബദ, നബിയെ തങ്ങൾക്ക് ഒരു കാലത്തും പരിചയം ഉണ്ടാവില്ല. അപ്പം അതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ ഇതൊന്നും ലക്ഷ്യമില്ലാന്ന് നമ്മൾ പറയുന്നില്ല, നമ്മളതൊക്കെ എപ്പോഴും പറയാറ്. പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെ. ആദർശം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം അമ്പിയാക്കന്മാർ വൈബാറിയോ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ വൈബാറിയോ, പലർക്കും സംശയമാണ്. അവർ വൈബാറിയോ ഇല്ല എന്നുള്ളത് നമുക്ക് പലർക്കും സംശയം.
അപ്പം അത് നമ്മളെ സംശയത്തിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കാൻ ആവശ്യമാകുന്ന നിലക്കുള്ള ചില ഹദീസുകളോ ചില ആയത്തുകളൊക്കെ നമ്മളെ മുന്നിൽ കൊടുത്തു. അപ്പം അല്പജ്ഞാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സംശയമാവും. അപ്പോൾ ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസരത്തിൽ ഞാനത് ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും അത് തിരഞ്ഞു നോക്കാൻ പറഞ്ഞു. എന്നാൽ നബിക്ക് എവിടെ വീട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ നബിക്ക് പറഞ്ഞാൽ പോരെ. ആരെയും ഒരാളെ പറഞ്ഞിട്ട് ആ മാല എന്ന സ്ഥലത്ത് എടുക്കുന്നുണ്ട്, അവിടുന്ന് എടുത്തോണ്ടെന്ന് പറഞ്ഞാൽ പോലെയാണ്. സംശയങ്ങൾ പലർക്കും ഉണ്ടാവും. അപ്പോൾ അത് എന്തായാലും യഥാർത്ഥത്തിൽ ആ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശൈലി നമ്മൾ മനസ്സിലാക്കിയാൽ, റസൂൽ ഒരു യുദ്ധം കഴിഞ്ഞാൽ സഹാബത്തിനോട് പറയലുണ്ട്, ഒമൻ അറാദ മിൻകും അൻ യസ്തഅജില ഫൽയസ്തഅജിൽ, ആർക്കെങ്കിലോടോ വേഗം പോകണമെങ്കിൽ പോയിക്കോ എന്ന് പറയും. കാരണം അങ്ങനെയുള്ള പരിപാടി കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ എത്തണം എന്നാണ് നീക്കാറ്. അപ്പം നമുക്കൊക്കെ അങ്ങനെ തന്നെ, ഇവിടെ ഇത് കഴിഞ്ഞാൽ വേഗം നമ്മളെത്തേണ്ട സ്ഥലത്തേക്ക് എത്തണം. ഇതൊരു മനഃശാസ്ത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു. അങ്ങനെയല്ലേ നബിൻ്റെ ദഅവത്തിൻ്റെ ശൈലി അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഈ മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഉണ്ടാക്കിയൊരു പുതിയ സംഭവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനഃശാസ്ത്രപരമായിട്ടായിരുന്നു ദഅവത്ത് ചെയ്തിട്ട്. അത് പലതിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കല്ല. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എനിക്ക് മായിലൊരു പള്ളിയിൽ ഗാനത്തിന് അസ്രാവുമ്പോൾ എത്തേണ്ട ആവശ്യമില്ല. അപ്പോഴേ അവിടെ അപ്പം നബിക്കറിയാം എല്ലാവർക്കും വേഗം പോകാൻ ധൃതി ഉണ്ടാവും. അതാണ് മൻ അറാദ മിൻകും അൻ യസ്തഅജില ഫൽയസ്തഅജിൽ, വേഗം പോകേണ്ടവനൊക്കെ വേഗം പോയിക്കോ. കാരണം അത് അവരെ മനഃശാസ്ത്രം അങ്ങനെ, അവരെ മാനസിക അവസ്ഥ മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഒരു സ്ഥലത്ത് അവരവിടെ ഇറങ്ങിയപ്പോൾ അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല പോയ വീടാണ്. അപ്പോൾ എല്ലാവരോടും തിരഞ്ഞു വെക്കാൻ പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹിക്ക് സുവിയത്തില്ലായിരുന്നു കുല്ലുഹ എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ. അതിൻ്റെ അർത്ഥം എല്ലാ ഭൂലോകത്തുള്ള എല്ലാ സംഗതികളും ഞാൻ അതിനെ നോക്കി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നമ്മളൊരു കൊടക്കീയിൽ എന്ന് പറഞ്ഞ മാതിരിക്കും. അതുകൊണ്ട് എപ്പോഴും നോക്കി മനസ്സിലാക്കാന്നല്ല, അതിനെ നോക്കി അള്ളാഹു കാണുന്നത് പോലെ കാണുന്നുണ്ട് എന്നല്ല. ആ വിശ്വാസം നമുക്കില്ല. അത് നമ്മൾ അള്ളാഹ് കാണുന്നത് പോലെ കാണണമെന്നല്ല പറയണത്. ലോകത്തുള്ള എല്ലാം കാണാൻ ഇവർക്ക് കഴിയും. അത് എങ്ങനെ അവർ കാണുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആലാത്തുകൾ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ വസായിത്തുകൾ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയും. ആ വസായിത്ത് ആലാത്തുകളിൽ പെട്ടതാണ് വിശുദ്ധമായ ഈമാൻ. ആ ഈമാനെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്കത് കാണാനും കേൾക്കാനൊക്കെ കഴിയും. കാണണം കേൾക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അപ്പോൾ റസൂലയും ആ മാല എവിടെയാണെന്നുള്ളത് കാണാൻ ഉദ്ദേശിച്ചാൽ എനിക്ക് കാണാൻ കഴിയും. പക്ഷേ റസൂൽ എന്തായില്ല, അത് സ്ഥലം പറഞ്ഞില്ല. എല്ലാവർക്കും ധൃതി ഉണ്ടാവുക. അപ്പോൾ ഒരു പണി ഏൽപ്പിച്ചു കൊടുത്തു, ആ മാല തെരയുന്നു. നേരെ മറിച്ച് മാല അവിടെ ഉണ്ട്, മാല എടുത്തു കൊടുത്താലും നമ്മൾ പോയില്ലെന്ന് ചോദിക്കും. അപ്പോൾ അത് വേണ്ട, ഞങ്ങളവിടെ മാല തെരയുന്നു. അപ്പോൾ എല്ലാവരും അതിപ്പോൾ കൂടി. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ നബിയാദിന് എവിടെയുള്ളതെന്ന് പറയാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രത്യേകമാവുന്ന ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഹബസ്തി റസൂലല്ലാഹ്, എടി പെണ്ണെ ആയിഷ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇവിടെ ഹബസ് ചെയ്തില്ലേ, നിന്റെ മാല പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെവലൊക്കെ കാത്തുക്കളും. അസ്ഹാബഹു റസൂലുള്ളാഹിൻ്റെ അസ്ഹാബന്മാരെ നീ ഇവിടെ ഹബസ് ചെയ്തു. വലൈസു അലാ മാ, അവരെ വെള്ളമുള്ള സ്ഥലത്തല്ല. വലൈസ മഅഹും മാ, അവർക്ക് ഇവിടെ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലത്താണ് അവരുള്ളത്. അവരെ കൈവശം വെള്ളമില്ല. അങ്ങനത്തെ സ്ഥലത്ത് നീ ഇവിടെ വില ഹബസ് ചെയ്താൽ ഇവിടെ എന്താ സംഭവിക്കുക? അടുത്ത നിസ്കാരത്തിൻ്റെ സമയം വരുമ്പോൾ എങ്ങനെ വരും ഒന്നുണ്ടാക്കുമെന്നാണ് അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് ചോദിച്ചത്. റസൂലുള്ളാഹിക്ക് അറിയാം ഇവിടെ വെച്ചുകൊണ്ട് ഒരു പ്രധാന സംഭവം നടക്കാൻ പോവുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, വെള്ളമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് തയമ്മുമാണ്. അപ്പം ആയത്തു തയമ്മും അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത സ്ഥലം അതാണ്. അപ്പം ആ സ്ഥലത്തോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ മാനസികാവസ്ഥ അങ്ങനെ വെറുതെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാല തെരിയെന്ന് പറഞ്ഞത്. അപ്പം റസൂലുള്ളാഹിക്ക് മാല എവിടെ ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ടല്ലത്. അപ്പം അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ പറയണത്. അള്ളാഹ് അറിയണതൊക്കെ ചിലപ്പോൾ അറിയാം, പക്ഷെ അറിയണതിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും നിലക്കുള്ള അസ്ബാബുകളോ ഏതെങ്കിലും നിലക്കുള്ള അതിൻ്റെ ആലാത്തുകളോ അതിൻ്റെ മറ്റു കുബകളോ വേണ്ട. അള്ളാഹു എനിക്കതിനറിയാൻ. നമ്മൾ കണ്ണില്ലാതെ കാണാൻ, മൂക്കില്ലാതെ പിന്നെ കാതില്ലാതെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
ഭൗതികമായി നമ്മൾ ഉപയോഗിക്കുന്ന നിലക്കുള്ള അസ്ബാബുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആലാത്തുകളിലേക്കോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഹിദായത്തില്ല. എപ്പോഴും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ എപ്പോഴും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നല്ല. വൈദേശികതകൾ പറഞ്ഞില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽബാക എന്ന് പറഞ്ഞു. എപ്പോഴും കുപ്പീൻ്റെ അകത്തുള്ള വസ്തുവിനെ പോലെ കൽബിക്ക് നോക്കുക എന്നുള്ളതല്ല, കുപ്പി ഇങ്ങനെ കൊടുത്തേച്ച് നോക്കുന്നത് പോലെ നോക്കുക എന്നുള്ളതല്ല. നിങ്ങളെ കൽബിലേക്ക് നോക്കി അതൊരു തെർബിയത്ത് ചെയ്യണ ശേഖനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുരീദന്മാരുടെ അള്ളാഹു ഘടിപ്പിച്ച ലോഹിലായിരിക്കും അവരെ കണ്ണത് എപ്പോഴും. അതല്ലേ, അവരെ കണ്ണത് എപ്പോഴും ലോഹിൽ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആ യഥാർത്ഥ കോപ്പിൻ്റെ ഒരു പതിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള സർവ്വ അശിയാകളിലും അള്ളാഹു അതിനെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലും അതിൻ്റെ ഒരു പതിപ്പുണ്ടാവും. അപ്പോൾ ഷെയ്ഖ് അവരെ കണ്ണതെപ്പോഴും ലോഹയിൽ എന്ന് പറഞ്ഞാൽ മുരീദന്മാരെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട അവരെ ശരീരത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയ ലോഹയിലേക്ക് നോക്കിയിട്ട് അവരെ തെർബിയത്ത് ചെയ്യുകയായിരിക്കും. ആവശ്യമുള്ള സമയത്തൊക്കെ അതിലേക്ക് നോക്കി അതിൽ എന്തൊക്കെയാണ് തെർബിയത്തിന് വേണ്ട ആവശ്യം എന്ന് മനസ്സിലാക്കി തെർബിയത്ത് ചെയ്യാൻ കഴിയും. അതിനുള്ള ആയുധങ്ങൾ, അതിനുള്ള വസായിത്തുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ആശയം എന്ന് പറഞ്ഞാൽ അതൊരു ചെറുതല്ല, ആദർശം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അത് ആദർശത്തിനെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പോഷക സംഘടനയാവുന്ന SKSയുടെ ആദർശ സമ്മേളനം നടത്തി. നമ്മളത് പറഞ്ഞ് നടത്തിക്കോളൂ. ഇത് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും എതിർക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെറുതാക്കി കാണണമെന്നല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ശരിയായ ആദർശങ്ങൾ, അതായത് റസൂലുള്ളാഹിയിൽ നിന്ന് സഹാബത്ത് സ്വീകരിച്ച, സഹാബത്തിൽ നിന്ന് വിശുദ്ധമായ പരമ്പരയിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടതായ ഈ ആശയാദർശങ്ങൾ, അതിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇനിയും സംരക്ഷിക്കപ്പെടണം. ആശയ സമ്മേളനങ്ങൾ ഇവിടെ ഓരോ മുക്കിലും മൂലയിലൊക്കെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ അത് ഉണ്ടാവാനാണ്. ആരെതിർത്താലും അത് നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ജമിയത്തുൽ മുഅല്ലിമീൻ തീരുമാനിച്ചത്. ആശയ സമ്മേളനങ്ങൾ അത് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്, അതിൻ്റെ തുടക്കം. അപ്പോൾ ആദർശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതായ ഒരു സംഗതികളാണ്. അപ്പോൾ ആ നിലക്ക് ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മളെ വിശ്വാസം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വിശ്വാസം പറഞ്ഞു കൊടുക്കാതിരിക്കണം. നമ്മളെ കർമ്മങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ? ചില ആചാരങ്ങൾ നമുക്കില്ലേ, ആ ആചാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആ ആചാരങ്ങളുടെ ന്യായങ്ങളും അതിൻ്റെ തെളിവുകളും പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടെന്ന് എങ്ങനെ പറയാം? അപ്പോൾ ആദർശ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടണം. അതിനുവേണ്ടി തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച അതിൻ്റെ പ്രധാനപ്പെട്ടതായ ലക്ഷ്യം അത് തന്നെയാണ്. ഈ ആശയത്തിന് ഇവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കൊക്കെ അറിയാം, മഹാന്മാരാവുന്ന 8-9 പണ്ഡിതന്മാർ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായി. എൻ്റെ അടുത്തൊക്കെ അതിൻ്റെ കയ്യെഴുത്ത്, അതിൻ്റെ കോപ്പി, അറബി മലയാളത്തിലുള്ള അതിൻ്റെ കോപ്പിയും അതിൻ്റെ പുസ്തകമൊക്കെ എൻ്റെ കൈവശമുണ്ട്. മഹാനാവുന്ന ശിഹാബുദ്ദീൻ ശാരിയാത്തി തങ്ങൾ, മഹാനാവുന്ന കുത്തുബി തങ്ങൾ തുടങ്ങിയ അന്നത്തെ കാലത്ത് അംഗീകരിക്കപ്പെടുന്ന ഉയർന്നതായ പണ്ഡിതന്മാർ അവർ എഴുതി ഒപ്പിട്ടതായ ഫത്വയുണ്ട്. ഈ മുത്തദീങ്ങളാവുന്ന ആളുകളോട്, കള്ള തെരിയക്കത്തുകാരോട്, ഇവരോടൊക്കെ എങ്ങനെയാണ് നമ്മളെ സമീപനം വേണ്ടത് എന്നുള്ളത്, ദീൻ കാര്യത്തിൽ അവരുമായി സഹകരിക്കാൻ പറ്റൂല എന്നൊക്കെ. അപ്പം നമ്മളെ ആദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ഗഹനമുള്ള, പ്രയാസപ്പെട്ട, മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും, എന്താ കുത്തുബ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ലേ, കുത്തുബൻ്റെ അർത്ഥം പ്രസംഗമല്ലേ, അത് മനുഷ്യ പിന്നെ മനസ്സിലാകുന്ന ഭാഷയിലാവണ്ടേന്നൊക്കെ തോന്നും. യഥാർത്ഥത്തിൽ കുത്തുബ എന്നുള്ളത് ഒരു സാധാരണ പ്രസംഗമാണോ? കുത്തുബയിൽ എന്തെല്ലാം സംഗതികൾ. ഇപ്പോൾ സാധാരണ പ്രസംഗത്തിൽ പാട്ട് പാടിക്കൂടെ? കുത്തുബയിൽ പാട്ട് പാടാൻ പറ്റുമോ? അതേ ബെയ്ത്ത് ചെല്ലാൻ പറ്റുമോ കുത്തുബയിൽ? നമ്മളെ ഇമാം ഷാഫി തങ്ങളെ മദ്ഹബ് പ്രകാരം അത് പറ്റൂല എന്നല്ലേ. അപ്പോൾ ഇത് സാധാരണ പ്രസംഗമല്ല, അതൊരു പ്രത്യേകമാവുന്നതായ നിബന്ധനകളുള്ളതായ അതിൻ്റെ ഭാഷക്കും നിബന്ധനകളുണ്ട്. അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുപോലെ പല കള്ളന്മാരും തെരിയക്കത്തിൻ്റെ ആളുകളോ അല്ലെങ്കിൽ വലിയകളായി ചമഞ്ഞുകൊണ്ടിട്ട് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ വിലസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്കൊക്കെ അത് കള്ളന്മാരാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? മഹാനാവുന്ന ഷെയ്ഖുത്തായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ തെരിയക്കത്ത് എന്ന് പറയുന്നത് അത് മുഹററത്തുൻ അൽ കിതാബി വസുന്ന എന്നാണ്. അത് കിതാബ് സുന്നത്തിൻ്റെ മേലിലും മഹാന്മാരാവുന്ന അയിമത്തിൻ്റെ അഖ്വാലിൻ്റെ മേലിലുമാണ് അതിൻ്റെ തഹരീർ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി അല്ല ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ഫലാ യസ്ഉ ഇത്തിബാഉഹു, അവരെ പിൻപറ്റാൻ പറ്റൂല. അവൻ എത്ര വലിയവനാണെങ്കിലും പല അത്ഭുതങ്ങൾ അവനിൽ നിന്നുണ്ടായാലും പിൻപറ്റാൻ പറ്റൂല. പിൻപറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ നല്ല ആളുകളാവാം ചിലപ്പോൾ. അതുകൊണ്ട് അവരെ പോയി ദ്വാരിപ്പിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞില്ല.
അപ്പോൾ ഈ നിലക്ക് നമ്മൾ ഈ ആശയങ്ങളെ ശരിക്ക് മനസ്സിലാക്കണം. എന്താണ് ആശയങ്ങൾ? ഇപ്പോൾ എന്നോട് ഇന്നാളെ തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മളെ ഈശ്വന്മാർ വേണ്ട ചിലരെ വന്ന് പറഞ്ഞു, അവിടെ ഒരു മജ്ദൂബ് എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. എന്താ പിന്നെ മജ്ദൂബ് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വളർത്തുക, ചട കുത്തിയിട്ടുണ്ടാക്കുക മുടികൾ, ചിലപ്പോൾ അവിടത്ത് വറക്കാതിരിക്കുക, അങ്ങനത്തെ പല സ്വഭാവങ്ങളുമായിരിക്കും. അതുകൊണ്ടാണ് ഇമാം ഷെയ്ഖ് തായിഫത്ത് പറഞ്ഞത് ശരീരത്തിൻ്റെ ശരിയായ റൂട്ട് കൂടി അല്ലെങ്കിൽ വളരെ പിൻപറ്റാൻ പോട്ടാണ്. അപ്പം അവൻ ഇവരോട് പറഞ്ഞുതരാം, വളരെ രഹസ്യമാണ്. ഞാൻ പിന്നെ സയ്യിദുൽ ഉലമ എന്നാണ് പറഞ്ഞതിനെ പറ്റി. അങ്ങനെ അപ്പം എനിക്കൊരു സന്തോഷമാകുമല്ലോ, ഉസ്താദിനെ പറ്റി അങ്ങനെ പറഞ്ഞിരിക്കണം. അപ്പോൾ മൂപ്പരെ നമ്മൾ അജ്മീറിൽ വെച്ചുകൊണ്ട് കണ്ടു. അത് പിന്നെ മൂപ്പര് ഒരു രഹസ്യ സന്ദർശനത്തിന് അജ്മീറിൽ വന്നത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അപ്പം ഞാൻ ഇതുവരെ അജ്മീർ പോയിട്ടില്ല. അല്ല സംഗതി ജീവിതത്തിൽ അതിന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, പോകണമെന്നൊക്കെ നല്ല സംഗതിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോകാനുള്ള അതിൻ്റെ ഒരു സന്ദർഭം ഒത്തു കിട്ടിയിട്ടില്ല. അതാണ് അജ്മീർ. അപ്പോൾ ഇവർ ഈ സാഹസപ്പെട്ട യാത്രക്കൊന്നും ഞാൻ ഉദ്ദേശിക്കാറില്ല, പോകാറില്ല. അപ്പോൾ അത് പ്രയാസമായതുകൊണ്ട് സൗകര്യത്തിലൊക്കെ പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ എപ്പോഴും ആലോചിക്കലുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ അവിടുന്ന് കണ്ടു, പല കാര്യങ്ങളും സംസാരിച്ചു എന്നൊക്കെ. അപ്പോൾ ഇത് ഉറക്കത്തിൽ കണ്ടു എന്നല്ല പറഞ്ഞത്, നേരെ കണ്ടു എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അപ്പം അത് ഇവരോട് എന്നോടുള്ള ബന്ധം ഒന്ന് സ്ഥാപിച്ചു. അങ്ങനെ ഇവരൊക്കെ അവരോടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ പലതുമാണ് ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ എതിരിൽ നമുക്ക് പേടിച്ചിട്ട് കാര്യമില്ല, ശബ്ദിക്കണതൊക്കെ ദീനല്ലാത്ത സംഗതികളൊക്കെ എപ്പോഴും നമ്മൾ നടക്കണം. ജനങ്ങളിവിടെ അവരെ ഈമാൻ പേക്കാൻ പാടില്ല, അവരെ വിശ്വാസങ്ങളും അവരെ കർമ്മങ്ങളും ആചാരങ്ങളൊന്നും തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മുഅല്ലിമീൻ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മുബല്ലിഗുൽ വഹി, വഹീൻ്റെ മുബല്ലിഗ് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വഹീനിക്കുണ്ടായ വഹീനെ ഇവിടെ തഹമ്മൂൽ ചെയ്ത അമ്പിയാക്കന്മാരുടെ ആ സ്വഭാവ ഗുണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവണം. കാരണം അമ്പിയാക്കന്മാരിൽ നിന്ന് നമ്മൾ ഇസ്തിഫാത്ത് ചെയ്യേണ്ടത് വിലായത്തിനെയാണ്. നുബുവത്തിൽ ഇസ്തിഫാത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നുബുവത്ത് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈസ നബി ഇവിടെ നബി ആയിട്ടല്ല വരേണ്ടത്. ഈസ നബി വരേണ്ടത് നബി ആയിട്ടല്ലല്ലോ, കാരണം നബിൻ്റെ ആവശ്യം ഇവിടെ. അപ്പം നമ്മൾ അമ്പിയാക്കന്മാരിൽ നിന്ന് ഏത് നുബുവത്തും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ബാത്തിന് അത് വിലായത്താണ്. അപ്പോൾ ആ വിലായത്തിൻ്റെ സ്വഭാവങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇസ്തിഖാമത്ത് നമ്മളിൽ ഉണ്ടാവണം. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം. ചില സംഗതികളൊക്കെ ഫർദ് മാത്രം ചെയ്താലും മതിയാവും. പക്ഷെ ജനങ്ങൾ നോക്കിയിരിക്കുകയാണ് നമ്മളെങ്ങനെ ഒതുണ്ടാക്കുന്നത്. നമ്മൾ ഒരു വട്ടം കഴിക്കുകയാണെങ്കിൽ ഓല് വിചാരിച്ചത് ഒരു വട്ടം കഴിക്കാൻ പറ്റും, അതുപോലെ. അപ്പം നമ്മൾ അത് കൈകൾ ശുദ്ധത്തായ എത്ര മറത്തുണ്ടോ ആ മറത്തൊക്കെ നമ്മൾ പരിഗണിച്ച് നമ്മൾ ചെയ്യണം. നമ്മളെ നിസ്കാരവും അതേമാതിരി നമ്മൾ ഫാത്തിഹ മാത്രം ഒതുക്കിച്ചാൽ എന്താ കുഴപ്പം? റുക്കൂലും സുജൂദൊന്നും ചെല്ലിയിട്ടില്ല, തുബൈനത്തുണ്ടായാൽ മതിയല്ലോ. അങ്ങനെ ആവരുത് നമ്മളെ നിസ്കാരം. അപ്പോൾ അതിലൊക്കെ അക്മലായ രൂപം അല്ലെങ്കിൽ അതിനൽ കമാൽ, അതിനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ആ നിലക്ക് ജനങ്ങൾക്ക് ഇത്തിബാഴ് ചെയ്യപ്പെടാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ ഉൾക്കൊണ്ടും കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീനിനെ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യണ ഈ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാനും അതിന് ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മളൊക്കെ സന്നദ്ധരാവണം. ആ നിലക്കുള്ള ഒരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ചില വേഷങ്ങളുണ്ടെന്ന് നമ്മൾ പറയണത്. നമുക്ക് ചില പ്രത്യേകമാവുന്നതായ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ട്. മുറുവത്തും അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും മുറുവത്തും ഒരേ മാതിരിയല്ലല്ലോ. മുറുവത്തിൽ ജനങ്ങൾ വ്യത്യാസമില്ലേ? അതെന്താ കാരണം? ആലിമിൻ്റെ മുറുവത്ത് എന്ന് പറഞ്ഞാൽ അത് വേറെ സ്വഭാവത്തിലാണ്. അതേമാതിരിക്കാണ് ഒരു നാടൻ്റെ മുറുവത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ മുറുവത്ത് പൊളിഞ്ഞു പോകും. ചില സംഗതികൾ നമ്മൾ ഇതുണ്ടായത് ഒരു നാടൻ അവർ ആമിയാണെങ്കിൽ അവൻ്റെ മുറുവത്ത് ഇതുണ്ടാവില്ല, പൊളിഞ്ഞു പോകണമെന്നില്ല. അപ്പം അങ്ങനെ വ്യത്യാസങ്ങൾ നമ്മളും അവരും തമ്മിലൊക്കെ ഉണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എപ്പോഴും അവലംബമാക്കാനും അവർക്ക് ഇത്തിബാഴ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്വഭാവത്തിലാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ. എല്ലാവിധ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കണം. അതോടുകൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരിൽ ആര് എവിടെ ശബ്ദിക്കുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കണം. അതിനെതിരിൽ ശബ്ദിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിനെ അതിൻ്റെ ഉയർച്ചയിലേക്ക് ഇനിയും എത്തിക്കേണ്ടതുണ്ട്. അതിലൊക്കെ നമ്മൾ പങ്കാളികളാവണം. പ്രത്യേകിച്ച് ഇവിടെ 2026 കാസർഗോഡ് വെച്ചുകൊണ്ടിട്ട് കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകം സജ്ജമാക്കപ്പെട്ട അല്ലെങ്കിൽ ഇജ്ജു സജ്ജമാക്കപ്പെടുന്ന ഏറ്റവും വിശാലമായ മൈതാനത്ത് വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന നമ്മുടെ 100-ാം വാർഷികം. ആ 100-ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കണം. അതിന് ഇന്ന് മുതൽ തന്നെ നമ്മളൊക്കെ പ്രവർത്തിക്കാൻ തയ്യാറാവണം.
അപ്പോൾ അത് നിങ്ങളൊക്കെ അതിന് തയ്യാറാണോ എന്നാണ് ഇപ്പോൾ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ തയ്യാറായി കൊണ്ടിട്ട് അതിനെ അതിൻ്റെ ആ ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അതിനോട് എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ പാലക്കാട് ജില്ലയിൽ കുറേ പ്രാവശ്യം പല പരിപാടിക്കും വിളിക്കുമ്പോൾ പലതിനും ചിലതിനൊക്കെ വരലുണ്ട്, ചിലതിന് വരലില്ല. ഇപ്പം നാളെ നമ്മളെ ഖാജയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായി തന്നെ, ഖാജ വിളിച്ചൊരു പരിപാടിക്ക് വരാതായപ്പോൾ. അപ്പം ഞാനതെന്ന് പറഞ്ഞാൽ ഒന്ന് ദർസ് മുടങ്ങി പോവുകയാണ് ഇങ്ങനെ ഈ പോണുകൊണ്ട്. ഇന്നിപ്പോൾ 2-3 ദിവസമൊക്കെ മുടക്കിയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം അവിടെ ദർസ് എടുത്തോട്ട് കഴിയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ വരാതെ നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് യാത്രക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊന്നും ആരും വെറുക്കരുതെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി സൗകര്യമാകുമ്പോഴൊക്കെ വരും. പിന്നെ നിങ്ങളെ മാതിരിക്കുള്ള ചെറുപ്പക്കാരൊന്നും അല്ലല്ലോ, കുറച്ച് വയസ്സൊക്കെ ആയില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് അതുകൂടി കൊണ്ട് പരിഗണിക്കണം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ.